ചില യാത്രകൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കൊണ്ടുതരും. അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള ഒരു യാത്ര. കോന്നിയിലെ ഫോറസ്റ്റിലൂടെ രാവിലെ പുറപ്പെട്ട ഒരു യാത്ര ചെന്നെത്തിയത് വൈകുന്നേരം അങ്ങ് തെങ്കാശിയിലായിരുന്നു. അതിനുശേഷം നമ്മുടെ ദിലീപിൻ്റെ ചന്ദ്രമുദിക്കൽ ദിക്കൊക്കെ ഷൂട്ട് ചെയ്താലുള്ള സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഒരടിപൊളി ട്രിപ്പ് തന്നെയാണ്. ഹായ് ഓൾ, കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചിറ്റാർ അച്ഛൻ കോവിൽ റൂട്ടിലെ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിപ്പോൾ കോന്നിയിലാണുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോന്നിയിൽ നമ്മൾ അടവി എക്കോ ടൂറിസം പോയി അവിടുന്ന് ഒരു കുട്ടവഞ്ചി സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം തണ്ണീർത്തോട് വഴി ചിറ്റാർ എന്ന ഭാഗത്തോട്ട് പോവുകയാണ്. തണ്ണീർത്തോടല്ല, തണ്ണിത്തോട് എന്നങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര്. നല്ല മഴ പെയ്തിട്ടുണ്ട്, അപ്പോൾ അതാണ് നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. മഴ പെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചളിയായിട്ടുണ്ട്. വണ്ടിയാണ് നല്ല സ്ലിപ്പ് ആകുന്നുണ്ട്, അപ്പോൾ അധികം സ്പീഡിലും ഇതുവഴി പോകാനും പറ്റും. നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഉള്ളത്, ആദ്യം ഈ ചിറ്റാർ വഴി നേരെ നമ്മൾ തിരിച്ച് കോന്നിയിലോട്ട് വരണം. അതിൻ്റെ ഇടയിൽ കണ്ട ഒരു കിഡ്ലൻ വാട്ടർഫാളാണ്. ഇത് കുറച്ച് ദൂരെയാണ്, കുറച്ച് മലയുടെ മുകളിലൊക്കെയാണ്. നമ്മളിപ്പോൾ അരീക്കക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് തടിയുടെ. ഇപ്പോൾ ആനയല്ല, കാട്ടിലെ തടിയെല്ലാം കൊണ്ടുവിടുന്നു സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ചിറ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് എടുത്തിട്ടൊക്കെ റൈഡ് ചെയ്യാൻ പറ്റിയ നല്ല കിഡ്ലൻ പ്ലേസാണ്. ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇന്നെന്തായാലും നമുക്ക് വേറെയും ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് വഴിയെ പറയാം. നമ്മളിപ്പോൾ റൂമിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 12 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഏതായാലും വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കോന്നിയിലെ എലിഫൻറ്റ് പാർക്കിലോട്ടാണ്. അപ്പോൾ ലഗേജ് എടുത്തു, ജാക്കറ്റ് ഇട്ട് എല്ലാം സെറ്റായി. നേരെ എലിഫൻറ്റ് പാർക്കിലോട്ട് പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തെങ്കാശിയിലോട്ട് പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഈ റൂട്ട് തന്നെ പോയിട്ട് ഇവിടുന്ന് നേരെ പത്തനാപുരം പോയിട്ട് നമുക്ക് നേരെ തെങ്കാശിയിലോട്ട് പോകാൻ പറ്റും. ഇനിയിപ്പം പത്തനംതിട്ടയിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്ഥലമെത്തി. ഇതാണ് എലിഫൻറ്റ് പാർക്ക്. കോന്നിയിൽ വന്നാൽ എലിഫൻറ്റ് പാർക്കിൽ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകണം. കോന്നിയിലെ ഒരു എലിഫൻറ്റ് ട്രെയിനിങ് സെൻ്ററാണ് ഇത്. അതായത് കാട്ടിൽ നിന്ന് ആനകളെ പിടിച്ചിട്ട് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇവിടെ അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വേറെ തന്നെ ഒരു വലിയൊരു കൂടൊക്കെയുണ്ട്. അപ്പം അവിടെ ഇപ്പം ആനകളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ആനകളൊക്കെ ഓൾറെഡി ട്രെയിൻ ചെയ്യിപ്പിച്ച ആനകളാണ്. ഈ ഒരു ഷോപ്പ് കോന്നി എക്കോ ടൂറിസത്തിൻ്റെ അകത്തുള്ളൊരു ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വീട്ടിലോട്ട് വാങ്ങി. ഇനി നേരെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാനുണ്ട്. അപ്പം നമ്മളങ്ങനെ പുനലൂരെത്തി. നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഈ കൊല്ലം പുനലൂരിലെ ഫേമസ് ആയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വഴി വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുനലൂരെത്തിയപ്പോൾ ഏകദേശം ഉച്ചയായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ കൈമാസ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെയാണ് അത്യാവശ്യം നല്ല ബിരിയാണി കിട്ടുന്നത്. എന്തായാലും ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ബിരിയാണിക്ക്.
എന്താ ഇത് ഫുൾ പുകമയാണല്ലോ. പുനലൂരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരെ തെങ്കാശിയിലോട്ട് പോവാണ്. ഡേഞ്ചറായിട്ടാണ് പോകുന്നത്. വളവിൽ ഓവർടേക്കാ. എന്താ ഞാൻ വീഴാറായല്ല. അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ച അവന് വയ്യാണ്ട് ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വയ്യാണ്ടല്ല, ആള് കുറച്ച് ഫിറ്റാണ്. കുറേ നേരമായിട്ട് ഇവരിങ്ങനെ നല്ല സ്പീഡുണ്ട്. ആ നടുക്കിലുള്ള ആളാണെങ്കിൽ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട്. വലത്തോട്ട് ഇരിക്കുന്നുണ്ട്, ഇടത്തോട്ട് ഇരിക്കുന്നുണ്ട്. ആ പുറകിലുള്ള ആളാണെങ്കിൽ അയാളെ പിടിച്ചു വെക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ച TN വണ്ടിയാണ്, പക്ഷെ TN വണ്ടിയല്ല, KL വണ്ടി തന്നെയാണ്. എന്തായാലും കറക്റ്റ് എന്താ സംഭവം ഒന്നും പിടിയിട്ടുന്നില്ല. കുറച്ച് അവൻ്റെ പുറകെ പോകാമെന്ന് വിചാരിച്ചു. ആ ഓടിക്കുന്ന ആളാണെങ്കിൽ വടവിൽ ഒടുക്കത്തെ ഓവർടേക്കാണ്. അങ്ങനെ ഇനി അവൻ്റെ പുറകെ അധികം പോകുന്നില്ല വിചാരിച്ചു. നമുക്ക് നമ്മളെ വഴി പോകാം. 1 2 3 4 5 6 7 8 9 10 11 12 13 കറക്റ്റാണ്. 13 അറകളുണ്ട്. വെറുതെ അല്ല ഇതിന് 13 കണ്ണറപ്പാലം പേര്. അങ്ങനെ തെന്മല കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വെറുതെ നിർത്തി. അപ്പം നല്ലൊരു കാഴ്ചയായിരുന്നു. ഈ റിവർ എന്ന് പറയുന്നത് അച്ചൻകോവിൽ റിവറാണ്. അതായത് തെന്മല റിസർവോയറിലേക്ക് പോകുന്ന വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് ഒഴുകി പോകുന്നത്. അങ്ങനെ റൈഡൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ കാഴ്ചകളാകുമ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലിങ്സ് കിട്ടും, കുറച്ച് ആശ്വാസം കിട്ടും, നല്ല കുളിർമ കിട്ടും കണ്ണിന്. അങ്ങനെ തമിഴ്നാട് എടുക്കാനാകുമ്പോൾ ഇതേപോലത്തെ കുറച്ച് വെറൈറ്റി കാഴ്ചകളൊക്കെ. ആഹാ, കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ഞാൻ ട്രെയിൻ കണ്ടില്ല എന്ന് വിചാരിച്ചല്ലോ, അപ്പോഴേക്കും ട്രെയിൻ. മധുരൈ ഗുരുവായൂരാ? മധുര, ആ ഇതിലെ മധുര എത്തുമല്ലേ. നമ്മൾ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു. അല്ല, എല്ലാം ഒരുമിച്ചാണല്ലോ. തെങ്കാശിയിലേക്ക് ഇനി 14 കിലോമീറ്റർ. ഇതൊക്കെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള മലകളാണ്. അപ്പോൾ അവിടുന്ന് കാണുന്നൊരു കാഴ്ചയാണിത്. ഓ, അവൻ ഒടുക്കത്തെ പോക്കായിരുന്നല്ലോ. അവൻ്റെ പോക്കൊണ്ട് ഞാൻ തന്നെ കുറച്ച് ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ തെങ്കാശിയിലോട്ട് അടുക്കാറായി. ഇതാണ് സെങ്കോട്ടൈ. നമ്മൾ തെങ്കാശിയിലോട്ട് പോകുമ്പോൾ സെങ്കോട്ടൈ കഴിഞ്ഞ് വേണം തെങ്കാശിയിലോട്ട് എത്താൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ തെങ്കാശിയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഈ ഹോട്ടൽ എന്ന് പറയുന്നത് തെങ്കാശി ബൈപ്പാസിൽ ഉള്ളൊരു ഹോട്ടലാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ കോർട്ടിൽ നിന്നാണ്. നമ്മൾ ഏകദേശം 5 മണിയായപ്പോഴെത്തിയായിരുന്നു. അപ്പോൾ ഒന്ന് കുളിച്ച് ഈ ടെറസിൻ്റെ മുകളിലേക്ക് വന്ന് നല്ല കാഴ്ചയായിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ. നമ്മളിപ്പോൾ നേരെ തെങ്കാശി ടൗണിൽ നിന്ന് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ സൂര്യകാന്തി പാടമൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ അവിടെ സൂര്യകാന്തി സ്റ്റാർട്ടിങ് ആയോ എന്ന് വലിയ ഉറപ്പില്ല. ജൂലൈ ആഗസ്റ്റ് സമയത്താണ് നോർമലി. ജൂൺ പകുതി ആകുന്നത്രേ ഉള്ളൂ. അപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. സൂര്യകാന്തിപ്പാടം കണ്ടില്ലെങ്കിൽ നല്ലൊരു ഏരിയ ആണ് അങ്ങോട്ട്. അപ്പം എന്തായാലും കാണാനുണ്ടാവുമല്ലോ. ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു സ്ഥലം കാണുന്നുണ്ട്. ഒന്ന് നിർത്തിയിട്ട് എന്താണെന്ന് നോക്കാം. നല്ല രസമുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ. ചെറിയൊരു അരുവി, അതിൻ്റെ സ്ഥലത്ത് ആടുകളെ മേയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറകിലൊരു ചെറിയൊരു വീട്,
കൊള്ളാം. ആ ഇത് ഒരുപാടുണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട ആടുകളെ കാട്ടി ഒരുപാട് ആടുകളുണ്ട്. അയ്യോ പോലീസ് ചെക്കിംഗ് ഉണ്ടല്ലോ. കേരള വണ്ടി കണ്ടാൽ ഇവന്മാർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നമ്മളെ നിർത്തിക്കുന്നാണ് വിചാരിച്ചത്, പക്ഷെ നിർത്തിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ആടുകളുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി വീണ്ടും ഒരു കിടിലൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അന്യൻപാറ ലേക്ക്. അന്യൻപാറ ലേക്ക് എന്ന് വരാൻ കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ ഒരു കിടിലൻ സ്ഥലമുണ്ട്. ഇതാണ് അന്യൻപാറ. ഈ അന്യൻ സിനിമയിലെ കുറേ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ പോയി ആ പാറയുടെ മുകളിൽ കയറാനൊക്കെ പറ്റും. അവിടെ കുറേ പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത പെയിൻറ്റിങ്സ് എല്ലാം ഇപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അധികം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ കയറാറ്. നമ്മളപ്പം കുറച്ച് ദൂരം വന്ന് ഇപ്പം നമ്മളൊരു ടിപ്പിക്കൽ ഗ്രാമത്തിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തുള്ളിൽ തന്നെ നമ്മൾ സുന്ദരവാണ്ടിയൂർ എത്തുമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴി വീണ്ടും ഒരു കിടിലൻ കാഴ്ചയുണ്ട്. ഇവിടെ മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു വല വീശിയിട്ട് ആ മീനൊക്കെ പിടിക്കുവാണ്. നമ്മളങ്ങനെ ഏകദേശം സുന്ദരവാണ്ടിയൂർ എത്തി. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് തെപ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പോൾ ആദ്യം പ്രവേശിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മിൻസിൻ്റെ ഏരിയയിലൂടെയാണ്. അപ്പോൾ ഇതുവഴി ലാസ്റ്റ് എത്തുമ്പോഴാണ് അവർ തെപ്പക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അവിടെ നല്ലൊരു കിടിലൻ കുളമുണ്ട്. അതിനടുത്ത് തന്നെ ഇവരുടെ സുന്ദരവാണ്ടിയൂരും ഒരു ലേക്കൊക്കെയാണ്. നമ്മൾ ഏകദേശം അങ്ങനെ ലാസ്റ്റ് എത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുളമുള്ള സ്ഥലം. ഇവിടെ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുളം. ഇതിൻ്റെ കുറച്ചപ്പുറം തന്നെ ഇവരുടെ ഒരു ലേക്ക് കൂടെയുണ്ട്. ഇതിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ നല്ല കിടിലൻ കാഴ്ചയുണ്ട്. നമുക്ക് അവിടെയും പോയി ഒന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നല്ല കിടിലൻ കാഴ്ചകളുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു കിടിലം കാറ്റാടിപ്പാടമുണ്ട്. അവിടെ കുറേ പശുക്കൾ മേയുന്നുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഇപ്പം കുറച്ച് വേനൽക്കാലമായതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവ്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലേക്ക് പോലെയാണ് ഈ ലെഫ്റ്റ് സൈഡിലെ സ്ഥലം. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ കുളം കൂടെ നിറയുന്നതാണ് അവർ പറഞ്ഞത്. ഈ ലേക്കിലുള്ള വെള്ളം മൊത്തം വന്നിട്ട് ഈ കുളം നിറയുന്നതാണ് അവർ പറഞ്ഞത്. 30. ആ അല്ല അല്ല ഹിമാലയൻ. ആ ആ അങ്ങനെ സുന്ദരവാണ്ടിപുരത്തിൽ തെപ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇവിടെ പറഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. അടുത്ത നല്ല കുറച്ച് സൂര്യകാന്തി പാടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ സൂര്യകാന്തി ഉണ്ടോ ഏത് പൂവുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അവിടെ എത്തിയാലേ പറയാൻ പറ്റും. എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പോയി നോക്കാം. ഇവിടെ ഈ ഒരു സ്ഥലത്തെ ഈ വീടുകളുടെ വർക്കൊക്കെ അടിപൊളി കേട്ടോ. നല്ല പെയിൻറ്റിങ്സും എല്ലാം കൊള്ളാം ഒരു സ്ഥലം. ഇവിടെ ഇപ്പം വേറെ കൃഷിയാന്ന് തോന്നുന്നു. ചോളമല്ലേ?
ராஜா ஆ வாடா என்ன பூ சொல்லுவாங்க வாழைப்பழம். பள்ளி இல்ல ஜமந்தி கேண்டி 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 ஜமந்தி கேண்டி பூ ஆ கேண்டி வந்து சுற்றி கேண்டி பூ ஆ அதில் போய் அதுவே வரலாம் அந்த ஆள் நிற்கா ஆ ஆ அங்கே கிடக்கு ஆ ஆ அதில் ஃபோட்டோ எடுக்கலாம் ஆ ஓகே இது உள்ளி மிளகன் அது பட்டாங்கடா அது சன்ஃப்ளவர் அது இப்போ தான் போட்டிருக்காங்க ഇപ്പോൾ അത് அடுத்த மாதம் അടുത്ത சன்ஃப்ளவர் മാസം ஃபுல்லாக இருக்கும் ഫുള്ള് ஓണം ஓகே ഓണൊക്കെ ஓണം ഈ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയൊരു കുളത്തു നിന്നാണ് അവർ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഇപ്പം ഇവർ വിത്തിട്ടതാണ് സൂര്യകാന്തിക്കുള്ളത്. കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ജമന്തിയുടെ ഒരു കൃഷിയുണ്ട്, അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. ഈ ലെഫ്റ്റ് സൈഡ് അവർ ഓൾറെഡി കൃഷിക്ക് വേണ്ടി വിത്തിട്ട സ്ഥലമാണ്, അപ്പോൾ അതിലൂടെ നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ വരമ്പിൻ്റെ സൈഡിലൂടെ മെല്ലെ നോക്കുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ കൃഷിയാണ്. നമ്മൾ ആദ്യം കണ്ടില്ല ഒരു ചെറിയൊരു കുളം പോലെ, അതുപോലെ ഒരു വലിയൊരു കുളമായത്. ഇവിടെ കുറച്ചുകൂടി അധികം വെള്ളം വേണ്ടി വരുന്നത് കൊണ്ടായിരിക്കും ഇത്രയും വലിയ കുളം. നമ്മളിപ്പോൾ ഏകദേശം തിരിച്ച് വരുവാണ്. ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാണ്. എന്തായാലും സൂര്യകാന്തി പാടമൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇനിയും തെങ്കാശിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത പാർട്ടിൽ ആയിട്ട് വരാം.